അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരിൽ തന്നെ രാജരാജേശ്വരി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ ചെങ്കല്ലൊക്കെ വെച്ചാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്പലം കാണാൻ സെറ്റാണ്. ഞാനിങ്ങനെ അമ്പലമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ 7 മണി കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീകളെ അകത്ത് കയറ്റുകയുള്ളൂ. അതിന് നമ്മൾ വെളിയിലൊക്കെ നിന്നാണ് തൊഴുതത്. ഈ അമ്പലം സൂപ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കാസർഗോഡേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഈ ഒരു ഹോട്ടലിലായിരുന്നു കയറി. ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പുറത്തെ വശത്ത് ബീച്ചാണെന്നാണ് അവർ പറഞ്ഞത്. ഫിഷസൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മലബാറിലെ ചിക്കൻ ബിരിയാണി സൂപ്പറാണെന്നല്ല ഒരു പറച്ചിലുള്ളത്. അങ്ങനെ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷേ ഫുഡെന്ന് പറയുന്നത് അത്രയ്ക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയല്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ അവിടുത്തെ വാഷ്റൂമും ഫ്രണ്ടിൽ ഇങ്ങനെ കിഡ്സിനായിട്ട് പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഇങ്ങനെയാണ്, കടലിൻ്റെ തീരത്തൂടെ ആയിരുന്നു. തലപ്പാടി എത്തി തലപ്പാടിയോട് ബൈയൊക്കെ പറഞ്ഞു നേരെ കർണാടകയിലേക്ക് കയറി.